കനിഞ്ഞു നീ എന്നെ കഴുകുവാൻ, അറിഞ്ഞു ഞാൻ ചെയ്ത പാപങ്ങൾ മറന്നു കളഞ്ഞ സ്നേഹമേ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, എഫെസോസ് ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. ഒരിക്കൽ ഒരുപാട് ദൂരത്തായിരുന്നവരാണ് നിങ്ങൾ, ഞാനും. ഒരുപാട് ദൂരെ തിരിച്ചു വരുമെന്ന് ഒരിക്കലും കരുതാത്ത അത്ര അകലെ അഴുക്കിലും കെണിയിലും പാപത്തിലും വീണവർ. എന്നാൽ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി, നാം പണം കൊടുത്തിട്ടല്ല, നാം സഹിച്ചിട്ടല്ല, നാം വില കൊടുത്തിട്ടല്ല, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വേദനയും സമർപ്പണവും, യേശുവിന്റെ ആത്മസമർപ്പണവും എന്നർത്ഥം. അവനാണ് പിടഞ്ഞത്, അവനാണ് കരഞ്ഞത്, അവനാണ് ഇഴഞ്ഞത്, അവനാണ് സഹിച്ചത്. അവൻ പൊട്ടിത്തകർന്നും വിണ്ടുകീറിയും സഹിച്ചതിന്റെ ഫലമായി ദൈവം നമ്മളെ ദൂരത്തുനിന്ന് പിടിച്ച് സ്വന്തം ചങ്കിലേക്ക് വെച്ചപ്പോൾ വിദൂരസ്ഥരായിരിക്കുന്നവരോട്, ഇന്ന് കർത്താവിനെ മനസ്സിലാക്കാത്തവരോട്, ഇന്ന് വെളിപാടില്ലാത്തവരോട് വെറുപ്പും വിദ്വേഷവും എനിക്കും നിനക്ക് പാടില്ല. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പുകച്ചിലും പിടച്ചിലുമാണ് നിന്നെ ആ സ്നേഹജ്വാലയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. നിനക്ക് വാശി വെക്കാനോ വാതുവെക്കാനോ വെറുപ്പ് കാണിക്കാനോ അവകാശമില്ല. അവന്റെ രക്തത്തിന്റെ പിടച്ചിലാണ്, സ്നേഹപ്പിടച്ചിലാണ് നിന്നെ കൊണ്ടുവന്ന് ഈ നിലയിൽ എത്തിച്ചത്. കുഞ്ഞെ, നിനക്ക് ഇപ്പൊ ദൂരത്തായിരിക്കുന്ന, ഇപ്പൊ വിദൂരസ്ഥരായിരിക്കുന്ന, ഇപ്പൊ കുരിശനെയോ ഈശോയോ രക്ഷകനെയോ സുവിശേഷത്തെയോ അറിയാത്തവരോട് നിനക്ക് വെറുപ്പ് പാടില്ല. നീ തന്നെ ഈ അനുഭവത്തിലെത്തിയത് ക്രിസ്തുവിന്റെ രക്തസമർപ്പണം വഴിയാണ്. അത് നീ മറക്കരുത്. നിന്റെ രക്തം സമർപ്പിച്ചും നിന്റെ ജീവൻ കൊടുത്തും വിദൂരങ്ങളിൽ ഇരിക്കുന്നവരെ, അകന്നു നിൽക്കുന്നവരെ ഒരു കഴഞ്ചടിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നീയും സുവിശേഷകനാണ്. ആമേൻ. നമ്മുടെ പുതിയ സീനിയർ സിറ്റിസൺ ധ്യാനം വരികയാണ്. 60 വയസ്സിന് മുകളിലുള്ളവർ ആഘോഷത്തോടെ ആത്മാവിൽ ഏറ്റുവാങ്ങിയ സുഭഗമായ ആത്മീയ ധ്യാനം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അപൂർവ ശുശ്രൂഷ. ഇനി അത് വരുന്നത് മാർച്ച് 27, 28, 29, 30 തീയതികളിൽ. അതിനകത്ത് ഓശാന ഞായറാഴ്ചയും വരും. അവിടുത്തെ എല്ലാ ശുശ്രൂഷകളും, വേണ്ട എല്ലാ ശുശ്രൂഷകളും നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ക്രമീകരിക്കും. ഇത്തവണത്തെ ഓശാന ഞായറാഴ്ച ധ്യാന കേന്ദ്രത്തിലാകട്ടെ. നമ്മുടെ അപ്പനെയും അമ്മയും ഈ മനോഹര ധ്യാനത്തിലേക്ക് പറഞ്ഞു വിടുക. വേഗം നിങ്ങളുടെ മുറി ബുക്ക് ചെയ്യുക. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആമേൻ, ആമേൻ.